ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള പനീർ വെച്ചിട്ടുള്ള ഒരു പനീർ ബുർജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഒരു ചെറിയ സവാള എടുക്കുന്നുണ്ട്, ഒരു മീഡിയം സൈസ് സവാള. അത് ഇതുപോലെ നമുക്ക് ക്യൂബ്സായിട്ട് ചെറുതായിട്ട് കൊത്തി അരിയണം കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഫുൾ സവാള ഇതുപോലെ അരിഞ്ഞെടുക്കണം. പനീറും ഞാൻ മേടിച്ച പനീറല്ല, നമ്മൾ വീട്ടിൽ തന്നെ ആക്കുന്ന പനീറാണ്. അപ്പോൾ പനീർ ആക്കുന്ന വീഡിയോ ആദ്യം തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ തീർച്ചയായിട്ടും പോയി നോക്കുക. ഷോർട്സിലാണ് ഇട്ടിട്ടുള്ളത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ സവാള ഫുൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് താളിപ്പിനിൽ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴേക്കും നമ്മൾ അതിനകത്തേക്ക് ഈ മുറിച്ച് വെച്ച സവാളയും അതുപോലെ ഒരു പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. സവാള ഒന്ന് നന്നായിട്ട് വാടി വരണം, അതുവരേക്കും നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം കുട്ടികൾക്കൊക്കെ നമ്മളെപ്പോഴും ഒരേപോലത്തെ കറികളൊക്കെ ചപ്പാത്തിക്ക് കൊടുക്കുമ്പോൾ ഇതൊരു വെറൈറ്റി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പ്രത്യേകിച്ച് പനീറൊക്കെ ആകുമ്പോൾ പ്രോട്ടീൻ റിച്ച് ആണ്, അപ്പം കുട്ടികൾക്കും ഹെൽത്തിന് നല്ലതാണ്. ഇത് സ്കൂളിലേക്കും ടിഫിനായിട്ട് നമുക്ക് കൊടുത്തയക്കാൻ പറ്റുന്നതാണ്. അപ്പം എപ്പോഴും നമ്മൾ ഒരേ കറികളാക്കി ബോറടിക്കുന്നതിന് പകരം നമുക്കിതുപോലെ ന്യൂ വെറൈറ്റി ട്രൈ ചെയ്യണമെന്ന്. പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലുണ്ടാക്കിയ പനീറാകുമ്പോൾ ഇനിയും ഹെൽത്തിയാണ്. അപ്പോൾ ഉള്ളി കുറച്ച് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണിലും കുറവായിട്ട് മുളക് പൊടി ഇടുക. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് എരിവ് നോക്കിയിട്ട് ഇട്ടാൽ മതി. കുട്ടികൾക്കാകുമ്പോൾ ഞാനിവിടെ കുറച്ച് കുറവ് മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ പൊടികളൊന്ന് മൂത്ത് വരുന്നവരെ വീണ്ടും ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ആക്കി വെച്ചിരിക്കുന്ന പനീർ ആഡ് ചെയ്യുക. അപ്പം നമ്മൾ വീട്ടിലാക്കുമ്പോൾ ഇത് ക്രഷ്ഡ് രീതിയിലുള്ള പനീറായിരിക്കും, ക്യൂബ്സ് ആയിരിക്കില്ല. അപ്പോൾ അല്ലാത്ത പനീറാണെങ്കിൽ നിങ്ങൾ കൈ വെച്ച് ഒന്ന് ഇതുപോലെ പൊടിച്ചെടുത്താൽ മതി. ഓക്കെ. അപ്പോൾ ഇത് നന്നായിട്ട് ഈ ഉള്ളിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരം ഇത് വളരെ കുറച്ച് നേരം കുക്ക് ചെയ്താൽ മതി. ജസ്റ്റ് ആവശ്യത്തിന് ഞാൻ ഉപ്പ് വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യം നമ്മൾ സവാള ഒന്ന് മൂക്കാനുള്ള ഉപ്പല്ലേ ഇട്ടിട്ടുള്ളൂ, നോക്കിയിട്ട് നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്യുക. അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇത് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് കേട്ടോ, അത് ഭയങ്കര ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും. അപ്പോൾ മല്ലിയില ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് റെഡിയാണ്. ഇത് ചപ്പാത്തിക്കൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ്, എളുപ്പത്തിലാക്കാൻ പറ്റുന്നത്. പനീർ മുന്നേ ആക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ല റെസിപ്പീസ് ഇനിയും നമ്മുടെ ചാനലിൽ കാണാം. തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു. ടേക്ക് കെയർ. ബൈ.